ഹായ്, സൈലത്തിന്റെ ടീച്ചിങ് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്ത് സാറേ, നമ്മളിപ്പോ ഇന്ന് ഇവിടെ എത്തിയിട്ട് എന്തിനാണ്? നമുക്കറിയാം, നമ്മുടെ ഈ ടീച്ചിങ് പ്രൊഫഷൻ നോക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന കുറെ ക്വാളിഫിക്കേഷൻസിൽ ഒന്നാണ് ഈ കേറ്ററ്റ് എന്നുള്ളത്, അല്ലെ? തീർച്ചയായും. കുറെ അധികം ആൾക്കാർ ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്ന, കുറെ അധികം ട്രൈ ചെയ്ത് കിട്ടാതിരിക്കുന്ന എക്സാമുകളാണ് കേറ്ററ്റ്. സത്യത്തിൽ ഒരു വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി പഠിക്കാനിട്ടാണ്. അതെ, വ്യക്തമായ ഒരു പ്ലാനിങ്ങും ഒരു സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന, വളരെ ഈസി മെത്തേഡിലുള്ള ഒരു എക്സാം ആണ് ശരിക്കും കേറ്ററ്റ് എന്നുള്ളത്, അല്ലെ? തീർച്ചയായും. അപ്പോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതും നമ്മുടെ കേറ്ററ്റ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുറച്ച് കോഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ പറയാനും അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോ ഹരിസാറെ തുടങ്ങി. അപ്പൊ നമ്മള് ആദ്യം തന്നെ നമ്മൾ കേറ്ററ്റ് കാറ്റഗറി 1-നും അതേപോലെ തന്നെ കേറ്ററ്റ് കാറ്റഗറി 2-നുമാണ് ആദ്യം ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതെ, April 8-ന് ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കഴിഞ്ഞ ക്ലാസ്സുകളുടെ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ നമ്മുടെ ഈ കേറ്ററ്റ് 1 and 2-ക്ക് നമ്മുടെ സൈലത്തിന്റെ കിഡിലം ഫാക്കൽറ്റികൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും. ഉദാഹരണത്തിന് നമുക്ക് പെഡഗോജി ഒക്കെ കേറ്ററ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. 30 മാർക്കാണ് പെഡഗോജി. അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് 1 and 2. അപ്പോ ആ പെഡഗോജി ഭാഗങ്ങളും ഗ്രാമർ ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പെഡഗോജി ആയാലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ള ക്ലാസ്സിലൂടെ ചിട്ടയോടുകൂടി എന്ത് ചെയ്യും, നമ്മൾ പഠിപ്പിക്കും. അപ്പൊ കേറ്ററ്റ് കാറ്റഗറി 1-ന്റെയും കാറ്റഗറി 2-ന്റെയും പറഞ്ഞ അതിന്റെ പ്രൈസ് നമ്മുടെ മിസ് പറഞ്ഞു തരും കേട്ടോ. കേറ്ററ്റ് കാറ്റഗറി 1-ന്റെ ഫീസ് വന്നിട്ട് 1499 ആണ്. അതേപോലെ തന്നെ കേറ്ററ്റ് കാറ്റഗറി 2-ന്റേത് 1999 ആണ് ഫീസ് വരുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് ഒരിടത്തും ഇല്ലാത്ത ഒരു ചെറിയൊരു ഫീസ് സ്ട്രക്ചറിലാണല്ലേ നമ്മുടെ കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ വരെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ ലഭിക്കുക. അപ്പോൾ കേറ്ററ്റ് 1, 2 പ്രിപ്പയർ ചെയ്യുന്നവരെ എത്രയും വേഗം നമ്മുടെ കോഴ്സിലേക്ക് വരിക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ഒരാഴ്ച ആയിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പൊ റെക്കോർഡ് ക്ലാസ് അത് അവൈലബിൾ ആകും. പിന്നെ മാഷാ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കേറ്ററ്റ് കാറ്റഗറി 3-ക്ക് ക്ലാസ് കൊടുത്തിരുന്നില്ല. പൊതുവെ എവിടെയും അവൈലബിൾ അല്ല കേറ്ററ്റ് കാറ്റഗറി 3. അപ്പൊ കുട്ടികളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എന്താണ് സൈലം കാറ്റഗറി 3 തുടങ്ങാത്തത്, അതേപോലെ നിങ്ങൾ തുടങ്ങുമോ, മെന്റേഴ്സിനും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊക്കെ ഫോൺ ചെയ്തും മെസ്സേജ് ഒക്കെ ചോദിക്കാറുണ്ട്. അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വരികയാണ് കാറ്റഗറി 3-യുമായിട്ട്. 4 സബ്ജക്റ്റുകൾക്കാണ് ഞങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇംഗ്ലീഷ് ആണ്, പിന്നെ നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്. നമുക്കറിയാം കാറ്റഗറി 3 സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റ് ആണ് കേറ്ററ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സീരീസുകളിൽ തന്നെ കുറച്ചുകൂടെ പ്രാധാന്യവും പിന്നെ കാറ്റഗറി 3 ഉണ്ടെങ്കിൽ ഹയർ ഉണ്ടെങ്കിൽ ഓവർ വേണ്ട. അതായത് 3 ഇപ്പൊ BEd ഉള്ള ആളുകൾക്ക് കാറ്റഗറി 2 എഴുതാം, കാറ്റഗറി 3 എഴുതാം. അപ്പൊ ഒരാൾക്ക് 2 കിട്ടിയില്ല, 3 കിട്ടി എങ്കിൽ പിന്നെ ആ കുട്ടിക്ക് 2-ന്റെ ആവശ്യമില്ല. LP പോലത്തെ എക്സാമുകളൊക്കെ അതേപോലെ HSA പോലത്തെ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് പെഡഗോജിയുടെ ഭാഗം മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ ഞാനും നിസാം സാറൊക്കെ കൈകാര്യം ചെയ്യും. വളരെ ടോപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ക്ലാസ്സും നമ്മുടെ സൈലം PSC എന്ത് ചെയ്യും, സൈലം ടീച്ചിങ് എക്സാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നാച്ചുറൽ സയൻസ് ആണ്, അത് മിസ്സാണ് പറയേണ്ടത്, മിസ് പറയാം. ഓക്കെ, അപ്പൊ നാച്ചുറൽ സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് CRT ടെക്സ്റ്റ് ബുക്കുകൾ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. +1, +2 ടെക്സ്റ്റ് ബുക്ക്. നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ 2 സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കണം. ഒന്ന് ബോട്ടണിയും സുവോളജിയാണ്. അപ്പൊ ഇതിൽ ബോട്ടണി ഭാഗങ്ങളൊക്കെ മാക്സിമം കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും സിലബസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിന്റെ പേരാണ് ശരിക്കും ആ സിലബസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കാം. +1-ഉം +2-ഉം പഠിക്കണം. ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് ബന്ധിലി മോക്ക് ടെസ്റ്റും ഒക്കെ കൊടുത്തുകൊണ്ടാണ് കോഴ്സ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നാച്ചുറൽ സയൻസിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല, ടീച്ചർ കീറി മുറിച്ച് നിങ്ങൾക്ക് അത് പഠിപ്പിക്കും. പിന്നെ നമുക്കുള്ളത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിനെ കുറിച്ച് ഞാൻ പറയാൻ ആളൊന്നല്ല, നമ്മൾ അതിനുള്ള ഒരു സൂപ്പർ മാൻ അത് അവിടെ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് അനന്തു സാറാണ്. അപ്പൊ സോഷ്യൽ സയൻസ് ഇദ്ദേഹം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യും. അതിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ ഇദ്ദേഹം പറയും. പറഞ്ഞു കൊടുക്കും. സോഷ്യൽ സയൻസിന്റെ ഒരു പ്രധാന പ്രശ്നം
പൊതുവെ എക്സാം എഴുതുന്നവർക്ക് ഈ വർഷങ്ങൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇപ്പൊ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഓർത്തിരിക്കുക, പ്രദേശങ്ങൾ ഓർത്തിരിക്കുക, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ കേറ്ററ്റ് 3യുടെ പരീക്ഷകളോ അതിന് മുമ്പൊക്കെ നടന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ആധുനിക ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 1857 റിവോൾട്ട്, ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്തു ചോദിക്കാം. ഇപ്പൊ INC എടുത്താൽ നമുക്ക് പ്രധാനമായും പ്രശ്നം വരുന്നത് INC സമ്മേളനം നടന്ന വർഷം, അതിന്റെ പ്രസിഡന്റ്, അവിടുത്തെ പ്രത്യേകതകൾ, ഇത് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു പ്രശ്നം എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഇപ്പോ ഏൻഷ്യന്റ് ആണെങ്കിലും മിഡീവൽ ആണെങ്കിലും അതേപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും വേൾഡ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ പുതിയ പാറ്റേണിൽ ഏറ്റവും സൗകര്യപ്രദമായി നിങ്ങൾക്ക് ഏറ്റവും ഓർക്കാൻ പറ്റുന്ന കഥയും അതിന്റെ രീതികളും അനുസരിച്ച് തന്നെ പഠിച്ചു പോകാം എന്നുള്ളതാണ് സോഷ്യൽ സയൻസിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഞാൻ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ്. അപ്പോൾ സോഷ്യൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, സൈലത്തിന്റെ മാത്രമായ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിൽ എത്തിക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സൈലത്തിന്റെ പ്രത്യേകത ഉണ്ടാകും, ഏത് കോഴ്സ് കുട്ടികളെ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും, അത് ടീച്ചിങ് എക്സാം ആകട്ടെ മറ്റേതാകട്ടെ, ഏത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു. ഇവിടെ അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എന്താണ് നമ്മൾ കേട്ടറ്റ് 3ക്ക് നമ്മൾ പ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത്? 2499 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. അപ്പൊ നമുക്കറിയാം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെയാണ് നമ്മുടെ കോഴ്സ് പോകുന്നത്. പിന്നെ ക്ലാസ് പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടും. ആ റെക്കോർഡിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും അല്ലെ. 2499 രൂപക്കാണ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ആയാലും നാച്ചുറൽ സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും ഫിസിക്കൽ സയൻസ് ആയിട്ടും ഞങ്ങൾ സൈലം വെച്ചിട്ടുള്ള പ്രൈസ്. അത് അഫോർഡബിൾ ആണ്. ഇത്രയും പെട്ടെന്ന് മാത്രമല്ല ഈ വില പ്രൈസ് കുറഞ്ഞത് കൊണ്ട് ഒരിക്കലും ഒരു ക്വാളിറ്റി കുറഞ്ഞ ക്ലാസ് തരും എന്നുള്ളതല്ല. സൈലത്തിലെ തന്നെ എല്ലാ പ്രീമിയർ ഫാക്കൾട്ടീസിന്റെയും ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാണോ എക്സാം വരുന്നത് അതുവരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് യൂസ് ചെയ്യാം. ഇതിന്റെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരു ദിവസം അതെ ലൈവ് ക്ലാസ് ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ലൈവിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ലൈവിലൂടെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഫുള്ള് റെക്കോർഡഡ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അതായത് 1 വീക്ക് കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫാക്കൾട്ടിയുമായിട്ട് സംവദിക്കാനുമായിട്ടുള്ള കൃത്യമായ സെഷൻസ് ഒരാഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 സെഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സുകൾ പോവുക അല്ലെ. അപ്പോൾ ഈ ഒരു നമ്മുടെ കേറ്ററ്റ് 3 കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ഏപ്രിൽ 15-നാണ് കേട്ടോ. ഏപ്രിൽ 15, 2025. അതായത് ഈ വരുന്ന ഏപ്രിൽ 15-ന് നമ്മുടെ വിഷു കഴിഞ്ഞ ഉടനെ ഒരു നന്മയോടെയും ഐശ്വര്യത്തോടെയും ഒക്കെ തുടങ്ങാൻ, അടുത്ത ഒരു നല്ല സ്വപ്നത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. എന്നിട്ട് ഇത് നേടിയിട്ട് നിങ്ങളൊക്കെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകരായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ മറ്റുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ക്ലാസ് കോഴ്സുകൾക്ക് കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മിസ്സേ എന്തൊക്കെയുണ്ട്? ഫാക്കൽറ്റീസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യമാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കോഴ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഏറ്റവും പോയിന്റ് ഓഫ് കോൺടാക്ട് ഓരോ കുട്ടിയുമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു മെന്റർ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടാൽ അറിയാം, കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആദ്യം വരുന്നത്. അപ്പൊ അതേപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം മോക്ക് ടെസ്റ്റുകളൊക്കെ തന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടീസ് ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് തരുന്ന സ്ലൈഡ്സ് ആണെങ്കിലും എല്ലാം ക്വാളിറ്റി ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഉണ്ടായിരിക്കും. അതുപോലെ നമുക്കറിയാം റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ ലഭിക്കുക. അതുപോലെ എല്ലാത്തിനും കൃത്യമായ ടെസ്റ്റ് സീരീസ്, നിങ്ങൾ എവിടെ വരെ നിങ്ങളുടെ പഠന നിലവാരം എത്തിയിരിക്കുന്നു എന്നറിയാൻ കൃത്യമായ ടെസ്റ്റ് സീരീസുകൾ കൃത്യസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ സംശയങ്ങൾ ക്ലാസ് കാണുന്നു, ലൈവ് കാണുന്നു, എന്നാലും പിന്നെയും സംശയങ്ങൾ ഉണ്ടാവും. കൃത്യമായ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ എക്സാമിന് നിങ്ങളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കാനായിട്ട് ആ ഒരു സെഷൻ ഉപകരിക്കും. അതുപോലെ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായ റിവിഷൻ ആണ് റാങ്കുകൾ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ഇതിന്റെ റീച്ചിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള റിവിഷൻ എക്സാമുകളും നമ്മുടെ കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് എക്സാംസുകളൊക്കെ എഴുതുമ്പോൾ നിങ്ങളിപ്പോ ഏതൊരു രീതിയിലാണ് നിൽക്കുന്നത്, ഇനി എത്രത്തോളം ഏത് ഏരിയയിൽ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അതാണ് റിവിഷൻ എക്സാംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ഇതൊക്കെയാണ് സൈലത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മളൊന്ന് പറയണ്ടല്ലോ, ഇനി വൈകണ്ട മക്കളെ. കേട്ടിട്ട് 3 ആയാലും 1 ആയാലും 2 ആയാലും ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ക്ലാസ്സിൽ കയറുക. അടുത്ത കേട്ടറ്റ് എക്സാമിൽ നിങ്ങളൊക്കെ ക്രാക്ക് ചെയ്ത് സൈലത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ മാറണം, സൈലത്തിന്റെ ആസ്പിരൻസ് ആയിട്ട് നിങ്ങൾ മാറണം. അടുത്ത LPUP അതേപോലെ തന്നെ അടുത്ത HSA ഇതിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, ഉടനെ തന്നെ വരുന്നുണ്ട്. കിട്ടാഞ്ഞിട്ട് എനിക്ക് ഇനി എഴുതാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു സങ്കടം ഇനി ഉണ്ടാകാൻ പാടില്ല. സൈലത്തിന്റെ കൂടെ വരിക, നമ്മളോടൊപ്പം തന്നെ അത് ക്രാക്ക് ചെയ്യുക. അടുത്ത LPUP HSA പരീക്ഷകൾ എന്ത് ചെയ്യുക, ഞങ്ങളോടൊപ്പം തന്നെ സ്കൂളിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, അല്ലേ? അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, അതുവരെ താങ്ക് യു.